ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഷ്ടം. ഇനി എത്ര കാലം നിനക്ക് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ല. ചിലപ്പോ ഇന്നുകൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ കുറച്ചു നാൾ കൂടി. രണ്ടായാലും എൻ്റെ കഴുത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകാനുള്ള സമയമായി. കുഞ്ഞു നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന സ്നേഹയുടെ ഉള്ളിൽ വിഷം കുത്തിയിറക്കാൻ ഇതൊക്കെ പോരെ? എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. താൻ അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേക്ക്. എന്നിട്ട് വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ആലോചിക്കും. അല്ലാതെ അവന്തികടത്തിയോട് വെറുതെ വഴക്കിന് പോയിട്ട് ഒരു ഗുണവുമില്ല. എടോ, വെളുത്തതെല്ലാം പാലല്ലെന്ന് പറയുന്ന പോലെ നമ്മളൊന്നും കരുതുന്ന പോലല്ല അവരെന്ന് നമുക്കറിയാം. നെഗറ്റീവ് എനർജിയുടെ കൂടാരമാണ് ആ സ്ത്രീ. അവരോട് സംസാരിച്ചാൽ പോലും നമ്മൾ നെഗറ്റീവ് ആവും. എടോ, താനെന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? തൻ്റെ കൂടെ ഞാനില്ലേ? ഹലോ, താനെന്തേ പറയുന്നേ? സത്യമാണോ? നിങ്ങളിപ്പോ എവിടെ ഉള്ളേ? ആ ശരി, ഞങ്ങൾ ഉടനെ എത്താം. സച്ചേട്ടാ, എന്താ സച്ചേട്ടാ? നന്ദേട്ടനെ ആരെ കൊല്ലാൻ ശ്രമിച്ചു. വെട്ടും കുത്തുവേറ്റ് വഴിയിൽ കിടന്ന നന്ദേട്ടനെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന്. വേഗം വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഈശ്വര, എന്റെ നന്ദേട്ടൻ. സച്ചേട്ടാ, ഓടിച്ചെന്ന് ഇക്കാര്യം അച്ഛനോട് പറഞ്ഞ അപ്പൊ തന്നെ അച്ഛൻ തളർന്നു വീഴും. ഒരു ദുരന്തം കഴിഞ്ഞ് അതിന്റെ ആഘാതം വിട്ടുമാറാതിരിക്കുന്ന ആളാ സ്നേഹ. അവരോടെല്ലാം നമ്മളിതെങ്ങനെ പറയാ? പിന്നെ പറയാതെങ്ങനെയാ? പറയാം. സച്ചേട്ടൻ ആദ്യം ഒന്ന് സമാധാനപ്പെട്. മനസ്സിന്റെ നിയന്ത്രണം കൈകിട്ട് പോരുത്. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? തൽക്കാലം ആരെ അറിയിക്കാതെ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? അത് വേണ്ട. പിന്നീട് എല്ലാരും കൂടി നമ്മളെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഇക്കാര്യം എല്ലാവരും അറിയിക്കാം. പക്ഷെ അത് ശാന്തമായിട്ടും സമാധാനമായിട്ടും വേണം. എന്തിനാ ഇനി സിന്ദൂരം? ആദ്യം അയാൾ ജീവിക്കോ അതോ മരിക്കോ എന്ന് ഉറപ്പാകട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സിന്ദൂരം തൊടണോ അതോ വെള്ളസാരി ഉടുക്കണോന്ന്. ഇത്രയ്ക്ക് വേണമായിരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തോറ്റു പിന്മാറണായിരുന്നു. അയാളെ അവക്ക് വിട്ടുകൊടുത്താ പിന്നെ ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താ? താലി കെട്ടിയ ഭർത്താവിന്റെ ജീവിതാ നീ ഇല്ലാതാക്കാൻ ഉത്തരവിട്ടത്. മൂർത്തി അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു കാണും. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുന്ന നീ കരുതുന്നുണ്ടോ? അയാള് മരിച്ച ഇതിന്റെ എല്ലാത്തിന്റെ അവസാനമായിരിക്കും. അതല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഇത് പുതിയ പലതിന്റെ തുടക്കമായിരിക്കും. ഇത് മൂർത്തിയുടെ കോളായിരിക്കും. കേൾക്കാൻ ഇഷ്ടമുള്ളൊരു വാർത്ത അവന് പറയാനും ഉണ്ടാവും. മൂർത്തി, നിനക്ക് പറയാനുള്ളത് ശുഭവാർത്ത തന്നെയല്ലേ? അവന്തിക ആഗ്രഹിച്ച വാർത്ത തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മൾ ഏർപ്പാട് ചെയ്ത ആളുകൾ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. നന്നായി. ജീവനുണ്ടോ അതോ മരിച്ചോ? ഏയ്, കൊണ്ടുപോകുമ്പോ ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു. അവളോ? ആ നിലവിളി ഒന്ന് കാണേണ്ടതായിരുന്നു. ഇവിടെ ഇതുവരെ വിവരം എത്തിയിട്ടില്ല. ആ, ഉടനെ അവിടെയും വിവരം എത്തും. എന്തായാലും ഞാനൊന്ന് കരയാൻ തയ്യാറെടുക്കട്ടെ. ആ, ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. പൂർത്തി, താൻ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോണം. അത് വേണോ? ആർക്കെങ്കിലും സംശയം തോന്നിയാൽ? ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ എവിടെയും ചെല്ലാൻ കഴിയുന്ന ആളല്ലേ മൂർത്തി. ആ, ആരുടെയും കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും മാറി നിന്നാ മതി. ഞാൻ എന്ത് ചെയ്യണം? അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ച് അപ്പ എന്നെ വിവരം അറിയിക്കണം. ചിലപ്പോ പോലീസ് അവിടെ ഉണ്ടാവും. വെറുതെ അവരുടെ വലയിൽ ചെന്ന് ഞാൻ ചാടി കൊടുക്കണോ? പോലീസ് നമ്മുടെ ഭാഗത്തായിരിക്കും. ACP സഹീറ തങ്ങളോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോളാം. വേറെ ഏതെങ്കിലും ഓഫീസർ ഈ കേസ് അന്വേഷിക്കാൻ വന്നാ ചിലപ്പോ കളികൾ മാറിയെന്ന് വരാം. സഹീറ തങ്ങളാവുമ്പോ അവര് വേണ്ടതുപോലെ ചെയ്തോളും. എങ്കിൽ പിന്നെ ഞാനിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി, അവിടെ ചെന്നിട്ട് തന്നെ വിളിക്കണം. ഓക്കെ. കഷ്ടം. ഇനി എത്ര കാലം നിനക്ക് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ല. ചിലപ്പോ ഇന്നുകൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ കുറച്ചു നാൾ കൂടി. രണ്ടായാലും എൻ്റെ കഴുത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകാനുള്ള സമയമായി. ഇനിയാണ് അവന്തികയുടെ പെർഫോമൻസ്.